35 സീറ്റിലേക്ക് ഒതുങ്ങിയ LDF-ൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി ആരെത്തുമെന്ന കാര്യമാണ് അറിയേണ്ടത്. ഭരണം നഷ്ടമായാൽ പ്രതിപക്ഷ നേതാവായി പരിഗണിച്ചിരുന്നവരിൽ ഏറെ പേരും തോറ്റു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ N ബാലഗോപാലിന്റെ പേരിനാണ് നിലവിൽ മുൻതൂക്കമുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സജി ചെറിയാന്റെ പേരും പരിഗണനയിലുണ്ട്. അസാധാരണമായ സാഹചര്യം കണക്കിലെടുത്ത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തിരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാനായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നുമുണ്ട്. അർജുൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ഇങ്ങനൊരു തോൽവി, അതായത് പാർട്ടി കോട്ടകളിൽ പോലും ഉണ്ടായ തോൽവി, പാർട്ടിയിൽ നിന്നും പുറത്തിറങ്ങി വിമതരായവർക്ക് ഗംഭീര വിജയം ലഭിച്ച ഒരു തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ പാർട്ടിക്ക് ഏൽപ്പിച്ച ഒരു ആഘാതം അത് അത്ര കണ്ട് വലുതാണ്. അപ്പം എങ്ങനെ തോറ്റു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് തോറ്റു, ഇനി എന്ത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ആ പാർട്ടി ചർച്ച ചെയ്യണം, വിലയിരുത്തണം, തിരുത്തണം. അതിനുള്ള ഒരു സമയമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചർച്ചകൾ ഉള്ളത്? രണ്ടാമത്തതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും, ആരാകും ഇനി പ്രതിപക്ഷ നേതാവായി പാർട്ടിയെ നയിക്കുക എന്നുള്ളതാണ്. ഈ നിയമസഭയിലടക്കം ഇപ്പം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ MP രാജേഷ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നയിക്കൂ. ഇപ്പം എങ്ങാനും പാർട്ടി തോൽക്കുകയാണെങ്കിൽ MP രാജേഷിന്റെ പേരൊക്കെ ആദ്യം ചർച്ചയിലുണ്ടായിരുന്നു. അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ, ഒരു സീനിയർ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഇത് P രാജീവിന്റെ പേര് കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മുതിർന്ന നേതാക്കളൊക്കെയും അവരുടെ മണ്ഡലങ്ങളിൽ തോറ്റുപോയി ഈ തിരഞ്ഞെടുപ്പിൽ. പിന്നെ ആകെ ഉള്ളത് KN ബാലഗോപാലാണ്. അപ്പം എങ്ങനെയാണ് ചർച്ചകൾ പോകുന്നത് അർജുൻ? സേതു പറഞ്ഞതുപോലെ തന്നെ വലിയ തിരിച്ചടിയാണ് CPIM-ന് ഉണ്ടായിട്ടുള്ളത്. തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പോലും ആര് പ്രതിപക്ഷ നേതാവ് ആകണമെന്നുള്ളൊരു പരിഗണന CPIM-ന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആളുകൾ പ്രധാനമായും പരിഗണിച്ചിരുന്നത് ഒന്ന് P രാജീവിനെയായിരുന്നു. അദ്ദേഹം സീനിയറായിട്ടുള്ള നേതാവാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്താണെങ്കിൽ വിജയിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ പേര് P രാജീവിലേക്ക് എത്തുമായിരുന്നു. അല്ലെങ്കിൽ KK ശൈലജ ടീച്ചറുടെ പേര് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പറഞ്ഞ് കേട്ടതാണ്. ഒപ്പം MP രാജേഷ് ഉൾപ്പെടെയുള്ള സീനിയറായിട്ടുള്ള ആളുകളെയൊക്കെ പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ UDF തരംഗത്തിൽ ഇവരൊക്കെ തോറ്റുപോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഉള്ളത് KN ബാലഗോപാലാണ്. KN ബാലഗോപാലും ഈ പ്രാഥമിക പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിരുന്ന നേതാവാണ്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിന്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം ഉള്ളത്. സീനിയറായിട്ടുള്ള നേതാവാണ്. പാർട്ടിയെ നിയമസഭയ്ക്കകത്ത് LDF-നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ CPIM പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യം കാണുന്ന പേരും KN ബാലഗോപാലിലേക്കാണ്. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സജി ചെറിയാനാണ് പിന്നെ ഉള്ളത്. അതായത് CPIM-ൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇനി നിയമസഭയിൽ ഉള്ളത് KN ബാലഗോപാലും സജി ചെറിയാനുമാണ്. സ്വാഭാവികമായും KN ബാലഗോപാലിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പോലും ഈ 35 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തെ നിയമസഭയിൽ നേരിടണമെങ്കിൽ വലിയ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരുമെന്ന് CPIM-ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പേരിന് കൂടി ഈ ഘട്ടത്തിൽ പരിഗണന നൽകുന്നുണ്ട്. പാർട്ടി ഒരുപക്ഷെ പിണറായി വിജയനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി നേതൃപാടവമുള്ള അല്ലെങ്കിൽ പാർട്ടിയെ നിയമസഭയ്ക്കകത്ത് LDF-നെ നയിക്കാൻ പാകത്തിന് പിണറായി വിജയൻ ആ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നത് KN ബാലഗോപാലിനെയാണ്. ഈ അസാധാരണമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ വന്നാൽ അങ്ങനെ എന്ന് പറയാം. എന്തായാലും നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ അർജുൻ, അങ്ങനെ ഒന്ന് സംഭവിക്കും അർജുൻ? കാരണം പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വരുമല്ല, അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം തന്നെ ഉന്നയിക്കുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ അതിന് ഓക്കെ ആവുമോ? സേതു, ഇതൊരു പറഞ്ഞില്ലേ, അസാധാരണമായിട്ടുള്ള സാഹചര്യം CPIM-ന് മുന്നിൽ ഉണ്ട്. നിയമസഭയ്ക്കകത്ത് വലിയ ശക്തിയോടെയാണ് UDF വരുന്നത്. പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് യുവാക്കളും പരിചയസമ്പന്നരും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു നിരയാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും തിരിച്ച് പറയാനും നേതൃപാഠവും കാണിക്കാനും ഒക്കെ ഉള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളത് CPIM കാണുന്നുണ്ട്. അതേസമയത്ത് ഈ പറയുന്ന
പറഞ്ഞിരിക്കുന്ന പ്രായത്തിൻ്റെതൊക്കെ ആയിട്ടുള്ള മുൻഗണനകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വീണ്ടും മത്സരിക്കാനൊക്കെ പിണറായി വിജയന് നിർദ്ദേശം കൊടുത്തത്. വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നതുമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ഉള്ള തിരക്ക്, ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടത്, സ്ഥിരമായി മാധ്യമങ്ങളെ കാണേണ്ടത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ ഉള്ള അല്ലെങ്കിൽ ആ പ്രായം ഉള്ള അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ മാറ്റി നിർത്താനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി അർജുൻ.